നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേന ആസ്ഥാനത്തിന് നേരെ ഇറാന്റെ അതിശക്തമായ ആക്രമണം. മനാമയിലെ ജുഫൈറിൽ സ്ഥിതി ചെയ്യുന്ന US 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെയാണ് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തത്. ആക്രമണത്തിൽ 21 US സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് നൽകിയ മറുപടിയാണ് ഈ ആക്രമണമെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ആക്രമണത്തിൽ കപ്പൽപ്പടയുടെ ആസ്ഥാനത്തെ റഡാർ സംവിധാനങ്ങൾ, കെട്ടിടങ്ങൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനലുകൾ എന്നിവ തകർന്നതായി ഇറാൻ അറിയിച്ചു. എന്നാൽ സൈനികരെല്ലാവരും ബങ്കറുകളിലായിരുന്നുവെന്നും മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുമാണ് USന്റെ ഔദ്യോഗിക വിശദീകരണം. ഫെബ്രുവരി 28-ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സമാന രീതിയിൽ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായി മാർച്ച് 6-ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാന്റെ യുദ്ധക്കപ്പലിനെ US അന്തർവാഹിനി തകർത്തിരുന്നു. ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേന ആസ്ഥാനത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകളും ഷാഹിദ് 136 ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ റഡാർ സംവിധാനങ്ങൾ, സർവീസ് കെട്ടിടങ്ങൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനലുകൾ എന്നിവ തകർന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത നാവിക വ്യോമ യുദ്ധമാണ് നടക്കുന്നത്. അറബിക്കടൽ, ചെങ്കടൽ, പേർഷ്യൻ ഗൾഫ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമാണ് ബഹ്റൈനിലെ ആസ്ഥാനം. ഏകദേശം 8300 സൈനികർ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിന്റെ സംരക്ഷണ ചുമതലയും ഈ കപ്പൽ പടയ്ക്കാണ്. യുദ്ധം മുറുകിയതോടെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചിരിക്കുകയാണ്. ഇതുവഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇതേ തുടർന്ന് ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രതിസന്ധിയും അനുഭവപ്പെട്ടിരിക്കുകയാണ്. കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ US നേവി അകമ്പടി സേവിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ നയതന്ത്ര മേഖലയും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ടെത്തിയ 33 ഡ്രോണുകൾ പ്രതിരോധ സേന വെടിവെച്ചിട്ടു. ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ലാതെ ആക്രമണ ശ്രമം വിജയകരമായി തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ ലക്ഷ്യമിട്ട് വന്ന ഡ്രോൺ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം വക്താവ് ബ്രിഗേഡിയർ ജനറൽ തുർക്കി അൽമാലിക്കി അറിയിച്ചു. ആക്രമണ ശ്രമത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിയാദിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് 18 ഡ്രോണുകളും വ്യോമാതിർത്തിക്കുള്ളിൽ കടന്ന് 8 ഡ്രോണുകളും തകർത്തു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷ്യമിട്ടെത്തിയ മറ്റ് 6 ഡ്രോണുകളും വെടിവെച്ചിട്ടു. റുബൽ ഖാലി മേഖലയിലൂടെ ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമിട്ട് നീങ്ങിയ ഡ്രോണും സൈന്യം തകർത്തു. ശനിയാഴ്ച അൽ ഖർജിലെ അമീർ സുൽത്താൻ എയർബേസ് ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ട 2 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധ സേന തകർത്തിരുന്നു. മറ്റൊരു മിസൈൽ ജനവാസമില്ലാത്ത മേഖലയിൽ പതിച്ചതായി മന്ത്രാലയം സ്ഥിരീകരിച്ചു. സൗദിയുടെ ആഭ്യന്തര സുരക്ഷയും സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ഇത്തരം പ്രകോപനങ്ങളെ ശക്തമായി നേരിടുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ശിഥിലമാക്കാൻ പദ്ധതിയിടുകയാണെന്നാണ് ടെഹ്റാൻ സർവകലാശാലയിലെ പ്രൊഫസറായ ഫവാദ് ഇസാദി അൽ ജസീറയോട് പ്രതികരിച്ചത്. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ചെറിയ രാജ്യങ്ങളായി വിഭജിക്കാൻ പദ്ധതിയിടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇറാനിലെ എണ്ണ സമ്പന്നമായ മേഖലകൾ, അതായത് പേർഷ്യൻ ഉൾക്കടലിന്റെ വടക്കേ തീരത്തുള്ളവ വേർതിരിച്ചെടുക്കാൻ ട്രംപ് താൽപ്പര്യപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആ ഭാഗങ്ങളിൽ നിയന്ത്രിക്കാൻ അദ്ദേഹം തനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ നിയമിക്കും. ബാക്കിയുള്ള ഇറാനിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഇറാന്റെ മറ്റു ഭാഗങ്ങൾ അയൽ രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ എണ്ണയില്ലാത്തതിനാൽ അവയെ വെറുതെ വിടുകയോ ചെയ്തേക്കാമെന്നും ഇസാദി കൂട്ടിച്ചേർത്തു. ട്രംപിന് എണ്ണ വളരെ ഇഷ്ടമാണ്. വെനസ്വേലൻ എണ്ണയും ഇറാനിയൻ എണ്ണയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാണ്. ഇതിനായി നേതൃത്വമില്ലാത്ത പ്രവർത്തനരഹിതമായ ഒരു സർക്കാർ അവിടെ ആവശ്യമാണ്. ഇറാന്റെ പ്രസിഡന്റിനെ ഇല്ലാതാക്കാനും അവർ ആഗ്രഹിച്ചേക്കാം. അങ്ങനെ ഇറാൻ ഗവൺമെന്റ് തകരുകയും ഇറാന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കപ്പെടുകയും ചെയ്തേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു.